നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ 4 വീടുകളിൽ മോഷണ ശ്രമം. പരിയാപുരത്ത് നാളെ ജാഗ്രതാ സമിതി. സന്നദ്ധ സേവന പ്രവർത്തകരെ അനുമോദിച്ചു. വിശ്വാസ്യത സഹകരണ മേഖലയുടെ മുഖ്യമുദ്രയാവണമെന്ന് കുറുക്കുളി മൊയ്തീൻ MLA. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് തിരൂർ സബ് ജില്ലാതല മത്സരം കൈരളി പട്ടുറുമാൽ മാപ്പിളപ്പാട്ട് ഗായകൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. താങ്ങാളൂരിലെ UDF ജനരോക്ഷം. പ്രതിഷേധ മാർച്ച് വെള്ളിയാഴ്ച. ജലവിതരണ പൈപ്പുകൾ റോഡുകൾക്ക് ശനിദശ. റോഡ് വെട്ടിപ്പൊളിച്ചു. വിശദമായ വാർത്തകൾ. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ 4 വീടുകളിൽ മോഷണ ശ്രമം. വീടിന്റെ ഗ്രിൽസ് തകർക്കാൻ ശ്രമം. വ്യാഴാഴ്ച പുലർച്ചെ 3:30നും 5:00-നുമിടയിലാണ് സംഭവം. വീട്ടുകാർ തിരൂർ പോലീസിൽ പരാതി നൽകി. സമീപ പ്രദേശമായ പരിയാപുരത്ത് മോഷണം പതിവായതോടെ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈസ്റ്റ് അരിക്കാഞ്ചിറയിലും പരിസരങ്ങളിലുമായി 4 വീടുകളിലാണ് മോഷണ ശ്രമം ഉണ്ടായത്. ചാച്ചാംപറമ്പിൽ സലിമിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തുറക്കാൻ ശ്രമം നടത്തിയ നിലയിലാണ്. ഇത് ഇന്നലെ എന്ന് വെച്ചാൽ 28-ാം തീയതി ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ രാത്രിയിൽ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഒരു 10-12 മണിയോളം ആയിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ നമ്മൾ 4:30 മണിക്ക് എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴത്തേന് പുറത്തിറങ്ങുന്ന നേരത്ത് വൈഫാണിത് കണ്ടത്. ഇതിൻ്റെ ഈ ലോക്ക് ഗോഡാമിലൊക്കെ കേട് വെച്ചിരിക്കണം. പിന്നെ ഈ കൂട്ട് തുറക്കാനൊരു ശ്രമം നടത്തും. അതേമാതിരി ഈ പ്ലഗ് പോയിന്റ് ഉണ്ട് ഇവിടെ, ഇത് കണ്ടില്ല, ഇതും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഇവിടെ ഉണ്ട്, എന്താണ് ഒരു പേര്, ഉഷ എന്നുള്ള, അവരുടെ വീടിൻ്റെ പുറകിലും ജനൽമേൽ ശക്തിയായിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിലെ സുകന്യ എന്നുള്ള അവരുടെ വാസൻ്റെ വീട്, അവരുടെ വീട്ടിലും മെയിനായിട്ട് അവരെ ഗ്രില്ലൊക്കെ ശക്തിയായിട്ട് കുട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ കള്ളന് പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. 2-3 ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് ഇങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ പരിയാപുരത്തും പരിസരത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് അറിഞ്ഞൂടാ. അതിപ്പോൾ നമ്മളിന്നൊരു ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പരിസരത്ത് ജീവിക്കാൻ തന്നെ ഒരു പേടിയായി തുടങ്ങി. സമീപ വീടായ പാലപ്പറമ്പത്ത് സുഗതന്റെ വീട്ടിലും ജനൽപ്പാളി തുറക്കാൻ ശ്രമമുണ്ടായി. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ജനലിൻ്റെ അവിടെ സൗണ്ട് കേട്ടത്. പിന്നെ ഞാൻ ഫാൻ ഓഫാക്കിയപ്പോൾ പിന്നെ ഒന്നും കേട്ടില്ല. തട്ടുന്ന സൗണ്ടാണ് കേട്ടത്. വാഴക്കണ്ണാടിവാസിന്റെ വീട്ടിലും ചാച്ചാംപറമ്പിൽ സുഹറയുടെ വീട്ടിലും ഗ്രിൽസ് തുറക്കാൻ ശ്രമമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു.
3:15 അടുക്കളയിൽ ജോലി ചെയ്യായിരുന്നു. ആ സമയത്താണ് 3:15 ഗ്രില്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് ആരിടാന്ന് നടത്തി. ആ ശബ്ദം കേട്ടപ്പോൾ അപ്പം തന്നെ സൂറാത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ വേഗം മറ്റുള്ള സ്ഥലത്തൊക്കെ ലൈറ്റ് ഇട്ട്. പിന്നെ ആളെ കാണാനില്ല. പിന്നെ സൂറാത്ത അവിടെയൊക്കെ ലൈറ്റ് ഇട്ടപ്പോൾ പിന്നെ ആളെ കാണാനില്ല. അതാണ് ഉണ്ടായത്. നേരത്തെ അതിൻ്റെ മുന്നേ ജനലിൻ്റെ 1 മാസം മുന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ അപ്പോൾ അത് കറണ്ട് പോയ സമയത്താണ് ജനലിൻ്റെ പൊടി ഇതാക്കി. നിമിഷ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഉമ്മ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താ കാട്ടിന് ഗ്രില്ല വെച്ചപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ അവളെന്നെ ഓടി വന്നുകൊണ്ട് അകത്തെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി വാലി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് ആ സൗണ്ട് കെട്ടി ഉണർന്നിരുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും സമീപ പ്രദേശമായ പരിയാപുരത്ത് ഭഗവതിക്കോട്ടയിലും തുണിക്കടയിലും ജുമാ മസ്ജിദിലും ബേക്കറി കടയിലും ഈയിടെയാണ് മോഷണം നടന്നത്. മോഷണം പതിവായതോടെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതിക്ക് വെള്ളിയാഴ്ച രൂപം നൽകും. വയനാട് ദുരന്തത്തിൽ കാട്ടിലങ്ങാടി പ്രദേശത്തു നിന്നും രക്ഷാസേവന പ്രവർത്തനത്തിന് പോയ KET SDPI വളണ്ടിയർമാരെ കാട്ടിലങ്ങാടി ലയൺസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി NP ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കാട്ടിലങ്ങാടി പ്രദേശത്ത് നിന്നും രക്ഷാസേന പ്രവർത്തനത്തിന് പോയ KET SDPI വോളണ്ടിയർമാരെ ആദരിച്ചു. അഫ്സൽ കാട്ടിലങ്ങാടി അധ്യക്ഷത വഹിച്ചു. KET വോളണ്ടിയർ ഹർഷാദ് അനുഭവം വിവരിച്ചു. അയ്യൂബ് അമലേരി, ഹമീദ് കാട്ടിലങ്ങാടി, ഗഫൂർ കാട്ടിലങ്ങാടി എന്നിവർ സംസാരിച്ചു. ഹനീഫ അമലേരി, C ഷെരീഫ്, KP ഹംസക്കുട്ടി, TK ഷാജി എന്നിവർ നേതൃത്വം നൽകി. KET വോളണ്ടിയർ ക്യാപ്റ്റൻ ഹർഷാദിനെ ലയൺസ് ക്ലബിന്റെ രക്ഷാധികാരി NP ഷെരീഫ് മൊമന്റോ നൽകി. വെട്ട ന്യൂസ് താനൂർ. സാധാരണക്കാരന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ സഹകരണ ബാങ്കുകളുടെ പങ്ക് നിസ്തുലമാണെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് റിയാസ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ SK മോഹൻദാസ് ക്ലാസ് എടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മുഖ്യാതിഥിയായി. ഹാരിസ് ആമിയർ, KK നാസർ, മുസ്തഫ, അബ്ദുൽ ലത്തീഫ്, അനീസ് കൂരിയാടൻ, ജബ്ബാർ വളാഞ്ചേരി, യൂസഫ് കല്ലേരി, സമീർ ഹുസൈൻ, ഷിഹാബ് പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ട ന്യൂസ് കോട്ടക്കൽ. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് തിരൂർ സബ് ജില്ലാതല മത്സരം കൈരളി പട്ടുറുമാൽ മാപ്പിളപ്പാട്ട് ഗായകൻ നൌഷാദ് തിരൂർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ GMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി അധ്യക്ഷനായി. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് തിരൂർ സബ് ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന, നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, AEO RP ബാബുരാജ്, സ്കൂൾ പ്രധാനാധ്യാപകൻ V ലതീഷ്, PTA പ്രസിഡന്റ് സലീം മെച്ചേരി, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് VV മണികണ്ഠൻ, K കാർത്തിയായനി, M സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് വിശദീകരണം V അബ്ദുസിയാദും മത്സര നിർദ്ദേശങ്ങൾ NP ഫൈസലും നൽകി. TV ദിനേശൻ സ്വാഗതവും വിനോദ് തലപ്പള്ളി നന്ദിയും പറഞ്ഞു. സമാപന യോഗത്തിൽ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, ഫാത്തിമത്ത് സജ്ന, KP ജഫ്സൽ, CP കൃപ, ജിൻസി, നാസർ, ഉള്ളിശ്ശേരി, ഷഫീഖ്, VS നിഖിത, അംബിക, മനോജ്, E സുശീൽകുമാർ, K സുനിൽകുമാർ, വിശീല, P സുജിത്ത്, P ശശിധരൻ, ചിത്രാംഗതൻ എന്നിവർ സമ്മാനദാനം നടത്തി. വെട്ട ന്യൂസ് തിരൂർ. താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഇടത് ഭരണസമിതിയുടെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് താനാളൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനരോഷം പ്രതിഷേധ മാർച്ച് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച നടക്കും. പ്രതിഷേധ പ്രകടനം രാവിലെ 9:30 താനാളൂർ ചുങ്കം അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കും. 2 പതിറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് താനാളൂർ. താനാളൂരിന്റെ വികസന സ്വപ്നങ്ങളെ പാടെ അവഗണിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു പോരുന്നതെന്ന് താനാളൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെയും ഒക്കെ ആശ്രയിക്കണമെന്ന് ഇടതുപക്ഷത്തിന് എന്താണ് ഇത്ര നിർബന്ധം? ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ കേരള ഗവൺമെന്റിന്റെ താവളി അവകാശപ്പെടുന്ന താനാളൂരിലെ ഇടതുപക്ഷക്കാർ എന്തുകൊണ്ട് അത് താനാളൂരിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല? വലിയ പ്രയാസമുണ്ട്. തെരുവ് നായ്ക്കൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വിഷയത്തെ മാറ്റിക്കളയുന്നത്. വിദ്യാർത്ഥികൾ, മദ്രസ വിദ്യാർത്ഥികൾ
അവർക്ക് രാവിലെയുള്ള അവരുടെ സ്കൂൾ അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ്. ഈ തെരുവ് നായ കടിച്ച കേസുകൾ ധാരാളം കൂടി വരുന്നു. അവർക്ക് നൽകാനുള്ള വിഷബാധയുടെ വാക്സിൻ പോലും ഈ താനാളുകളെ പ്രൈമറി ഹെൽത്ത് സെന്ററിലില്ല. ഒരു പൂച്ച മാന്തിയാൽ പോലും കൊണ്ടുപോയാൽ തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്ന സിസ്റ്റമാണ് അവിടെ. റഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രൈമറി, ഒരു ഹെൽത്ത് സെന്റർ, ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. ആ രീതിയിൽ ആ സ്ഥാപനത്തെ പിന്നോട്ട് വലിക്കുകയാണ്. സകല പുരോഗതിയുടെയും വാതിലുകൾ പൊട്ടൽ. പ്രതിഷേധ പ്രകടനം രാവിലെ 9:30 താന്നാളൂർ ചുങ്കമങ്ങാടിയിൽ നിന്നും ആരംഭിക്കും. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. KN മുത്തുക്കോയ തങ്ങൾ, O രാജൻ, VKM ഷാഫി തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താസമ്മേളനത്തിൽ UDF നേതാക്കളായ PS ഹമീദ് ഹാജി, TPM മുഹ്സിൻ ബാബു, ബഷീർ പാലപ്പെട്ടി, കുഞ്ഞു മീനടത്തൂർ, VN കുഞ്ഞുഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, താനൂർ. തിരൂരിൽ ടാറിംഗ് പൂർത്തിയാക്കി ഉദ്ഘാടനം കാത്തിരുന്ന തിരൂർ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡ് വെട്ടിപ്പൊളിച്ചു. പഴകി ദ്രവിച്ച ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് വീതി കൂട്ടി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്നത്. 3 മാസം മുമ്പാണ് തിരൂർ നഗരസഭ 1,10,00,000 രൂപ ചെലവിൽ റോഡ് പുതുക്കി പണിതത്. ഇതിനിടയിൽ 3 തവണയാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ചത്. തിരൂർ നഗരത്തിലെ ജലവിതരണ പൈപ്പുകൾക്ക് 40 വർഷത്തെ പഴക്കമുണ്ട്. ഇത് മാറ്റിസ്ഥാപിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. പഴകിയ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നഗരത്തിൽ നിത്യസംഭവമാണ്. വെട്ട ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.